ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളും കലുഷിതമാക്കി ബംഗ്ലാദേശ് ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് ഇടുത്തി പോലെ ഇല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരികൾക്ക് ഇടുത്തി പോലെ ചില സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഉത്സവ സീസൺ ആരംഭിക്കുകയാണ്. ആദ്യം പൂജാ ഉത്സവങ്ങൾ ആരംഭിക്കുന്നു, അതിനുശേഷം ദീപാവലി, അങ്ങനെ അനവധി ഉത്സവങ്ങളുടെ ഒരു കാലമാണ് ഈ ജനുവരി മാസം വരെ, അതായത് നീണ്ടു നിവർന്നു കിടക്കുന്ന ഉത്സവകാലം. ഈ ഉത്സവകാലത്തായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ഉണ്ടായിരുന്നത്. 2023 മാത്രം ബംഗ്ലാദേശിൽ നിന്ന് $1.89 ബില്യൺ ഇറക്കുമതിയാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും വസ്ത്രങ്ങൾ, ഈ ബംഗ്ലാദേശിൻ്റെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഉത്തരേന്ത്യയിലെങ്ങും. ഒപ്പം തന്നെ പരുത്തിയുടെ വസ്ത്രങ്ങൾ, കോട്ട്, വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോട്ട് ഉൾപ്പെടെയുള്ളവ, അതുപോലെ തന്നെ വൂളൻ സെറ്ററുകൾ, വസ്ത്രത്തിനാണ് കൂടുതൽ ഡിമാൻഡുകൾ ഉള്ളത്. ഒപ്പം ചെരുപ്പ്, എണ്ണ, മത്സ്യം, പരുത്തി, പേപ്പർ പൾപ്പ്, പരിപ്പ്, തേയില തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച് കച്ചവടം ചെയ്യുമായിരുന്നു. പക്ഷേ അതിലിപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതിൽ ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിഷേധത്തിലാണ് ബംഗ്ലാദേശിൽ. കാരണം ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോൾ ബന്ധം അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്ന് ഇവ എത്തുക പ്രയാസകരവുമാണ്. കാരണം സീസൺ കാലത്ത് ഇതിന് കച്ചവടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്കും ഈ ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ അനവധിയുണ്ട്. ഇന്ത്യക്കും അങ്ങോട്ടേക്ക് കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ നഷ്ടമാകുന്നില്ല. പകരം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും രാസവസ്തുക്കളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും മരുന്നുകളും മറ്റുമാണ് ഇന്ത്യ പ്രധാനമായും നൽകിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതല്ല, അവരുടെ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ സീസൺ തന്നെയായിരുന്നു ഈ 6 മാസക്കാലം. അത് നഷ്ടമായതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ബംഗ്ലാദേശിലെ ചെറുകിട വ്യാപാരികൾക്കുള്ളത്. കാരണം സാമ്പത്തികമായി തന്നെ വളരെ പാപ്പരായി മാറുകയാണ് പല കച്ചവട സ്ഥാപനങ്ങളും. കാരണം കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയിട്ടിട്ട് ദിവസങ്ങൾ കഴിയുന്നു. കാരണം കലാപത്തിന് ശേഷം പല കടകളും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, ഒപ്പം തന്നെ ചരക്കുകളൊന്നും എത്താത്ത ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഉള്ള കച്ചവടം കൂടി പൂട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്സവ സീസണിൻ്റെ കൂടി കടന്നു വരവ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.